ഇപ്പോൾ താൻ റെഡ് സ്കൾ ആണെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ അമേരിക്ക തന്നെ തല്ലുന്നത് കണ്ട് അയൺമാൻ ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക താൻ റെഡ് സ്കൾ ആണ്, തൻ്റെ ശരീരത്തിൽ സൂപ്പർ സോൾജർ സെറം ശരിക്കും ഫലിക്കാത്തതിനാൽ താൻ മരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ജീവൻ രക്ഷിക്കുവാനായി താൻ മോഡോക്കിനോട് സഹായം ചോദിച്ചു. അങ്ങനെ മോഡോക്കിൻ്റെ സഹായത്താൽ സൂപ്പർ സോൾജർ സെറം ശരിക്കും ഫലിച്ച ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈ ശരീരത്തിലേക്ക് തൻ്റെ മൈൻഡ് അഥവാ ബ്രെയിൻ താൻ മാറ്റിയെന്ന് ഇപ്പോൾ അയൺമാനോട് പറഞ്ഞതും അപ്പോൾ തന്നെ അയൺമാന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ റെഡ് സ്കളിൻ്റെ ജീവൻ രക്ഷിക്കുവാനായി മോഡോക്ക് റെഡ് സ്കളിൻ്റെയും ക്യാപ്റ്റൻ അമേരിക്കയുടെയും ബ്രെയിനുകൾ പരസ്പരം സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ ശരീരത്തിൽ റെഡ് സ്കളിൻ്റെ മൈൻഡാണ് ഉള്ളത്. അങ്ങനെ ഇപ്പോൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ അയൺമാനെ വീണ്ടും ആ റെഡ് സ്കള് ക്യാപ്റ്റൻ അമേരിക്കയുടെ ശരീരം ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ പോയതും അപ്പോൾ തന്നെ റെഡ് സ്കളിനെ ആരോ ഒരാൾ വന്ന് അടിച്ച് തെറിപ്പിക്കുകയാണ്. അത് മറ്റാരുമല്ല, അത് റെഡ് സ്കൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ക്യാപ്റ്റൻ അമേരിക്കയാണ്. റെഡ് സ്കളിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ ബ്രെയിൻ അഥവാ മൈൻഡാണ് ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക റെഡ് സ്കളിൻ്റെ ശരീരം ഉപയോഗിച്ച് വീണ് കിടക്കുന്ന നമ്മുടെ അയൺമാനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്.